Hi dears and welcome to a new video. Calicut യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഇയർ ആണ് ആദ്യമായിട്ട് ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാംസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് PG പ്രോഗ്രാംസ് ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഏതൊക്കെ സബ്ജക്ട്സ് ആണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, ആർക്കൊക്കെ എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എത്രയാണ് ഫീസ് സ്ട്രക്ചർ, എത്ര ഡ്യൂറേഷൻ വരുന്നു എന്നിങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാംസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് സപ്പോർട്ട് ദ ചാനൽ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ ഷെയർ ദീസ് വീഡിയോസ് ടു യുവർ ഫ്രണ്ട്സ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി കണ്ടന്റ്. അപ്പോൾ ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള അഡ്മിഷൻ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാംസ് അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ റൈറ്റ് സൈഡിൽ കാണാം. ജസ്റ്റ് ക്ലിക്ക് ഓൺ ടു ദാറ്റ് ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാംസ്. അപ്പോൾ നമുക്ക് പുതിയൊരു പോർട്ടലിലേക്ക് പോകുന്നതായിരിക്കും. സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ് ഫോർ ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാംസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് ഫസ്റ്റ് ക്യാപ്പ് അപ്ലൈ ചെയ്യണം എന്നത് തന്നെയാണ് പ്രൈമറി കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ക്യാപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം, ക്യാപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഡിഗ്രി അപ്ലിക്കേഷൻസ്, റൈറ്റ്. അപ്പോൾ ഡിഗ്രി ക്യാപ്പ് അപ്ലിക്കേഷൻസ് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ക്യാപ്പ് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു അപ്ലിക്കേഷനും വരുന്നത്. ഇവിടെ അപ്ലൈ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ പേജും ഡീറ്റെയിൽസും ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് വരുന്നത് മറ്റു കാര്യങ്ങളും കാണാം. ഇതാ ന്യൂ രജിസ്ട്രേഷൻ ക്യാപ്പ്. ഓക്കെ, ഇത് ഇൻ്റഗ്രേറ്റഡ് PGയുടെ സെപ്പറേറ്റ് ക്യാപ്പ് രജിസ്ട്രേഷൻ ആണ്, IP ക്യാപ്പ്. സോ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഓർഡിനറി ആപ്ലിക്കേഷൻ. ഇനി നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും പ്രോസ്പെക്ടസ് ഡീറ്റെയിൽസും ഒന്ന് കാണാം. സോ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇതാണ്. അപ്പോൾ ഏത് കോട്ടയായാലും, ജനറൽ മെറിറ്റ്, റിസർവേഷൻ, സ്പോർട്സ് അല്ലെങ്കിൽ ഡിസേബിൾഡ് പേഴ്സണാലിറ്റീസ്, അങ്ങനെ ഏത് കോട്ടയായാലും നിങ്ങൾ അഡ്മിഷന് ആദ്യം ചെയ്യേണ്ടത് ക്യാപ്പ് രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സിന് ക്യാപ്പ്. ആൻഡ് മോഡ് ഓഫ് രജിസ്ട്രേഷൻ ഇസ് ഓൺലൈൻ, കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടാണ് ആപ്ലിക്കേഷൻ വരുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് 370 റുപ്പീസും SC/ST കാൻഡിഡേറ്റ്സിന് 160 റുപ്പീസും പിന്നെ ഓരോ അഡീഷണൽ കോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ 55 റുപ്പീസും ആണ് വരുന്നത്. ഡേറ്റ്സും കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സെപ്റ്റംബർ 3 ഓൺലൈൻ രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 17 ആണ്. അതേപോലെ ഫീ പേയ്മെൻറ്റിനും സെപ്റ്റംബർ 17 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. എൻട്രൻസ് ബേസ്ഡ് ആണ് അഡ്മിഷൻ വരുന്നത്, മെറിറ്റ് ബേസ്ഡ് അല്ല. അപ്പോൾ എൻട്രൻസ് എക്സാമിൻ്റെ ഡേറ്റ് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല യൂണിവേഴ്സിറ്റി. അപ്പോൾ എൻട്രൻസ് എക്സാമിൻ്റെ ഡേറ്റ് വരുമ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഏതൊക്കെ പ്രോഗ്രാംസ് ആണ്, എലിജിബിലിറ്റി എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാം. സോ ദിസ് ഇസ് ദ പ്രോസ്പെക്ടസ് ഫോർ ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാംസ് ഫോർ ദ ഇയർ 2021-22. സോ ഫീ സ്ട്രക്ചർ, രണ്ട് പ്രോഗ്രാമിനുള്ള ഫീ ആണ് ഈ നേരത്തെ പറഞ്ഞിരുന്നത് 370 ആൻഡ് 160. പിന്നെ 3 പ്രോഗ്രാം വരികയാണെങ്കിൽ 425 ആൻഡ് 215 റുപ്പീസ് ആണ് ഫീ ആയിട്ട് വരുന്നത്. ഇതൊക്കെ ജനറൽ റിസർവേഷൻ ഡീറ്റെയിൽസ് ഒക്കെയാണ്, എങ്ങനെയാണ് സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അങ്ങനെയൊക്കെ. ഓക്കെ, ഇനി പ്രോഗ്രാംസ് വരുന്നത് ഫസ്റ്റ് വൺ ഇസ് ഇൻ്റഗ്രേറ്റഡ് MSc ബയോ സയൻസ്. അപ്പോൾ MSc ബയോ സയൻസ് എന്നുള്ള പ്രോഗ്രാമാണ് വരുന്നത്. എന്താണ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡിഗ്രിയും PGയും കഴിഞ്ഞിട്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങുന്നത്. സോ ഇറ്റ്സ് എ വണ്ടർഫുൾ കോഴ്സ്, റൈറ്റ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ PG സീറ്റ്സിന് വേണ്ടി നിങ്ങൾ പിന്നെ അന്വേഷിച്ച് നടക്കണ്ട. PG സീറ്റ്സ് കിട്ടാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അത് പിന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അതിനെ അന്വേഷിച്ച് നടക്കണ്ട, സീറ്റ് അവൈലബിലിറ്റി ഒന്നും കാത്തിരിക്കേണ്ട. അപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ PGയും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇറങ്ങുക. അപ്പോൾ ഡ്യൂറേഷൻ ഇസ് 5 ഇയേഴ്സ്, 3 ഇയേഴ്സ് ഡിഗ്രിയും 2 ഇയേഴ്സ് PGയും ആയിട്ട് 5 ഇയർ പ്രോഗ്രാമാണ് ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാംസ്. അപ്പോൾ കോഴ്സ് വരുന്നത് ഫസ്റ്റ് വൺ ഇസ് MSc ബയോ സയൻസ്. MSc ബയോ സയൻസിന് എലിജിബിലിറ്റി വരുന്നത് +2 ആണ്. HSC നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവേണ്ട സബ്ജക്ട്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഓക്കെ, മോഡ് ഓഫ് അഡ്മിഷൻ വരുന്നത് MCQ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. പിന്നെ പ്ലസ് ഇൻ്റർവ്യൂ ഇസ് ഓൾസോ ദേ. അപ്പോൾ എൻട്രൻസ് എക്സാമിനേഷന് വരുന്ന സിലബസ് +2 ആണ്. കേരള സ്റ്റേറ്റ് HSC +2 ആ ഒരു സിലബസ് ബേസ്ഡ് ആണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, മാത്സ് എന്ന കോമ്പിനേഷനിൽ. പിന്നെ സെക്ഷൻ ബിയിൽ സെക്ഷൻ A മൾട്ടിപ്പിൾ ചോയ്സും ആയിരിക്കും, സെക്ഷൻ B ഡിസ്ക്രിപ്റ്റീവും ആയിരിക്കും. ആ രീതിയിലാണ് എക്സാം വരുന്നത്.
സെക്ഷൻ എയുടെ ഡീറ്റെയിൽസും ബിയുടെ ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രോസ്പെക്ടസിൽ. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. എങ്ങനെയാണ് മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, ബോട്ടണി 25, സുവോളജി 25, ആ രീതിയിൽ മാർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് MSc ഫിസിക്സ്. MSc ഫിസിക്സിന് കാൻഡിഡേറ്റ്സിന് മിനിമം 70% ഉണ്ടായിരിക്കണം +2-ന്. OBC ആണെങ്കിൽ 65 ആൻഡ് 60% ഫോർ SC ST എക്സെട്ര. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ കോമ്പിനേഷൻ ആയിരിക്കണം. മോഡ് ഓഫ് അഡ്മിഷൻ എൻട്രൻസ് എക്സാം തന്നെയാണ്. ഇറ്റ്സ് എ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ. റിട്ടൺ ടെസ്റ്റ് ആയിരിക്കും 400 മാർക്കിന്റെ റിട്ടൺ ടെസ്റ്റ് ആയിരിക്കും. 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ളത്, അതായത് കംപ്ലീറ്റ്ലി MCQ ആണ്. ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് ഇല്ല ഫിസിക്സിന്. എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിസിക്സ് 30 ക്വസ്റ്റ്യൻസ്, ദെൻ കെമിസ്ട്രി 30, മാത്സ് 20, ബയോളജി 10, കമ്പ്യൂട്ടർ സയൻസ് 10 എന്നിങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് MSc കെമിസ്ട്രി. MSc കെമിസ്ട്രി അഗെയിൻ 70% ഇൻ ഫോർ ജനറൽ കാൻഡിഡേറ്റ്സ് +2-ന്, 65% ഫോർ OBC ആൻഡ് 60% ഫോർ SC ST എക്സെട്ര. മോഡ് ഓഫ് അഡ്മിഷൻ അഗെയിൻ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. 400 മാർക്സിന് 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതം. പിന്നെ സെക്ഷൻസ് വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോ, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ് പോലെ തന്നെ. നൗ നെക്സ്റ്റ് ഇസ് എല്ലാത്തിനും എക്സാം 2 hour ഡ്യൂറേഷൻ ആണ് വരുന്നത്. ഓക്കെ, ദെൻ ഇൻ്റഗ്രേറ്റഡ് MA ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് വരുന്നുണ്ട്. അതിന് +2 പാസ് എന്ന ഒരു കണ്ടീഷനേ ഉള്ളൂ. 60% ആണ് മാർക്ക് പറയുന്നത്. എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. 100 മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ള ഒരു MCQ ടൈപ്പ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ഡീറ്റെയിൽസ്. പിന്നെ ഇവിടെ കുറേ അനക്സ്റ്റർ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓരോ കാറ്റഗറിയും മറ്റു കാര്യങ്ങളും അറിയാനായിട്ടാണ്. അപ്പോൾ ഇതാണ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഈ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതാ എല്ലാം കാര്യങ്ങളും ഉണ്ട്. ഫീസ് സ്ട്രക്ചറും കൂടി നമുക്കൊന്ന് കാണാം. പിന്നെ എന്തുകൊണ്ടും ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസിന് ജോയിൻ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം PG വളരെ ലിമിറ്റഡ് സീറ്റ്സേ PGക്ക് വരുള്ളൂ. ഡിഗ്രിക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കട്ടെ, ബട്ട് PG ഈസ് റിയലി ടൈറ്റ്. സോ നിങ്ങൾ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിഗ്രിയും PGയും കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഫീസ് സ്ട്രക്ചർ വരുന്നത് ഇതാ നിങ്ങൾക്ക് കണ്ടോളൂ. ട്യൂഷൻ ഫീ, മറ്റ് സ്പെഷ്യൽ ഫീസ്, എല്ലാ ഫീസിൻ്റെ ഡീറ്റെയിൽസും ഇവർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരുപാട് ഫീ ഒന്നുമില്ല. വളരെ ലിമിറ്റഡ് ഫീസിലാണ് ഈ പ്രോഗ്രാംസ് റൺ ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ട്യൂഷൻ ഫീ വരുന്നത് 1105 rupees ആണ്. ഒരു വർഷത്തേക്കുള്ള ഫീ ആണെന്ന് ആലോചിക്കുക. നിങ്ങൾ അല്ലാതെ ഒരു കോളേജിൽ ഡിഗ്രി PG ഒക്കെ എത്ര ഫീ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ്ങിനൊക്കെ കൊടുക്കണം എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഫീൽ റൺ ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ്. ഓക്കെ, സോ ദീസ് ആർ ദ ഡീറ്റെയിൽസ് അബൌട്ട് ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാംസ്. അപ്പോൾ എല്ലാവരും വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, അപ്ലൈ ഫസ്റ്റ് and make sure you get seats for these integrated programs. Okay, all right. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can comment below. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക and also share these videos. So thanks for watching. Keep supporting. Thank you.